ഹലോ. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ വീക്കിലാണ്, ഇന്നത്തെ അല്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇവിടെ നമുക്ക് പിന്നെ അറിയണ്ടാവല്ലോ, മിഷിയാണ്. ഞങ്ങളെല്ലാവരും കൂടെ നടക്കുന്നത് മെഗാമാളിലേക്കാണ്. ഞങ്ങൾ നിൽക്കണതിൻ്റെ ഏകദേശം അടുത്താണ് ഈ മെഗാമാൾ വരുന്നത്. നടക്കാനൊരു 10 to 15 മിനിറ്റ്സ് എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നൈറ്റാണ് ഇറങ്ങിയത്. ഇവിടെ ഈ വീഡിയോയിൽ 1-2 പേരെയും കൂടി എക്സ്ട്രാ കാണാം. വേറെ ആരുമല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിനില്ലേ, അവരുടെ ബ്രദറും വൈഫാണ് കേട്ടോ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു 4 ദിവസം ഈ നാഷണൽ ഡേ ടൈമിലാണ് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ 4 ദിവസം വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആസ് യൂഷ്വൽ നടക്കാൻ പോയി. വീക്കെൻഡുമാണ്, ഹോളിഡേയ്സുമാണ്. അപ്പോൾ എല്ലാവരും കൂടി പോയപ്പോൾ ഈ തേക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. ഭയങ്കര ഡിസ്കൗണ്ടും ഓഫറിലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആരും മേടിച്ചില്ല, എല്ലാവരും ട്രൈ ചെയ്തു. എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഏത് പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും ഒരു ആപ്പിൾ ഫ്ലേവറാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാനൊന്നും മേടിച്ചില്ല. ഉള്ള ലോഷൻസൊക്കെ ആദ്യം കഴിയട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി നടക്കുന്നത് ഈ മോളൊന്ന് ചുറ്റി കറങ്ങി കാണാനാണ് കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ ഇവിടെ UAE ഉള്ളവർക്കൊക്കെ അറിയാമല്ലോ, ഇവിടെ നമുക്ക് കുറേ സൂപ്പർ മാർക്കറ്റ്, മോള് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും കൂടി ഒരു പുറമേ ഇറങ്ങണതും അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ടൈം എന്താ വെച്ചാൽ നാഷണൽ ഡേയുടെ കുറേ അവിടെ ഒരുക്കങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ കാണാനാണെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ നടക്കാൻ പോകാൻ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഇറങ്ങി. കുറേ കസ്റ്റമൈസ് ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ക്രിസ്മസിനനുബന്ധിച്ച്. അങ്ങനെ ഈ പോയത് ബ്രാൻഡ്സിൻ്റെ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ അറിയാമല്ലോ, നമുക്ക് മൈക്കിൾ കോഴ്സിൻ്റെ ബാഗ് ചേച്ചി നോക്കുന്നുണ്ട്. പക്ഷേ മേടിച്ചില്ല. ചേച്ചിക്ക് ആക്ച്വലി ഇതിൻ്റെ വലുതാണ് വേണ്ടത്. അപ്പോൾ അത് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കി അവിടുന്ന് തിരിച്ചിറങ്ങി. പിന്നെ ഞാൻ ഈ നോക്കണത് ക്യാപ്പാണ് കേട്ടോ, നമ്മുടെ വിൻ്റർ വെയർ ക്യാപ്പില്ലേ, അതാണ്. എനിക്ക് എൻ്റെ ഡ്രസ്സിന് ഭയങ്കര സ്യൂട്ടബിളായിട്ട് തോന്നി ക്യാപ്പ്. അങ്ങനെ ഞാനെടുത്ത് വെച്ചാണ് കേട്ടോ. പിന്നെ കുറച്ച് ഷോ ഒക്കെ ഇളക്കി അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, അവിടെ തന്നെ വെച്ചു. പിന്നെ അടുത്തത് ജാക്കറ്റ്. ഈ ജാക്കറ്റ് ആക്ച്വലി ചേച്ചിക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രദറിൻ്റെ വൈഫ്. അവരും ബ്രദറുമാണ് കേട്ടോ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ജാക്കറ്റ് അവർ മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് ടഫ് ട്വിനിക്കാണ്. നടന്നു പോകുമ്പോൾ അവിടെ ഇഷ്ടംപോലെ വർക്കും കാര്യങ്ങളൊക്കെ, നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ കയറിയതാണ് കേട്ടോ. ഇതൊക്കെ അവിടെ നിന്നിട്ടുള്ള ആൾ ചെയ്തതാണെന്നാണ് പറയുന്നത്. ഈ അങ്കിളാണ് കേട്ടോ. ഇവർ നമുക്ക് പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് അത് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ മിഷി ചെയ്യണം കേട്ടോ. ആദ്യം നമുക്ക് എല്ലാവർക്കും കുറച്ച് തെറ്റും കാര്യങ്ങളൊക്കെ പറ്റി. പക്ഷേ പിന്നെ മനസ്സിലായി. കുറേ നേരം ഞാൻ ഇതാക്കിയപ്പോൾ ഉള്ള ത്രെഡൊക്കെ പുറമേ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ആൾ എന്ത് ചെയ്തു, ആൾ പറഞ്ഞ് നിർത്തി നമുക്ക് പഠിപ്പിച്ചു തന്നോട്ടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആക്ച്വലി അത് ഭയങ്കര നന്നായി ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം ചെയ്യാൻ. നല്ല എളുപ്പമുള്ള പരിപാടിയൊന്നുമില്ല. കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പം ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഓടിപ്പോയത്. പക്ഷേ അങ്ങനെ പെട്ടെന്നൊന്നും പറ്റില്ല. അത് എന്തായാലും കുറച്ച് ടൈമൊക്കെ എടുത്ത് മനസ്സിലാക്കി എങ്ങനെയാണെന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോകുന്നത് ഇതൊരു കിഡ്സ് സെക്ഷനാണ്. ഇവിടെ നല്ല ഒരു തീമും കാര്യങ്ങളൊക്കെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. നമുക്ക് കാണാനൊക്കെ നല്ല രസമുണ്ട്. ലൈക്ക് ഒരു കോട്ടേജ് പോലെയാണ് അവിടെ ഉള്ളത്. അങ്ങനെ ചുറ്റിക്കറങ്ങി കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് നമുക്ക് ആസ് യൂഷ്വൽ നമ്മുടെ ഫുഡ് കോർട്ടിലെത്തി. വെജിറ്റേറിയൻസ് ആണ്. ഈ ചേച്ചി വെജിറ്റേറിയൻ ആണ്. അപ്പോൾ വെജിറ്റേറിയൻസിനെ അങ്ങോട്ട് ഞങ്ങൾ സൈഡിലേക്ക് ഇരുത്തിയിട്ട് ഞങ്ങളെല്ലാവരും നോൺ വെജാണ് കഴിച്ചത്. ഞങ്ങൾ മോമോസ് കാര്യങ്ങൾ പിന്നെ ഇതൊക്കെയാണ് കഴിച്ചത്. ചേച്ചി കഴിച്ചത് നൂഡിൽസാണ്. പിന്നെ ചേച്ചമ്മ കഴിച്ചത് ദോശയാണ്, റാഗി ദോശ ആണ് കഴിച്ചത്. റവ ദോശയാണ് കഴിച്ചത്. പിന്നെ ഞാനും മിഷിയും ചേച്ചിയും ബ്രദറും എല്ലാവരും കഴിച്ചത്. അമ്മൂമ്മയും കുട്ടി അമ്മൂമ്മ സ്നേഹിയാണ്. വല്ലാണ്ട് അമ്മൂമ്മേനെ ഭയങ്കര സ്നേഹമുള്ള ആളാണ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതാ തിരിച്ച് യാത്രയായിട്ടോ.